ചാമക്കാലയിലേക്ക് വരികയാണ്. ആ ചാമക്കാലയിലേക്ക് ഐനുൻ നജസായ ആ നായ ഓടിങ്ങ വരുമ്പോ മൂപ്പർക്ക് യാതൊരു പണിയുമില്ല. മൂപ്പര് ചെയ്യുന്ന പണി എന്താണ്? കാലിങ്ങനെ പൊക്കുന്നു, ഇടക്കിങ്ങനെ സ്പ്രേ ചെയ്യുന്നു, ആ റോഡിന്റെ സൈഡ് മുഴുവനും മലീമസപ്പെടുത്തുന്നു. എത്ര പെട്ടെന്ന് 5 മിനിറ്റ് മതിയല്ലോ. ചന്ദ്രാപിന്നി സെന്റർ മുതൽ ഈ ചാമക്കാല 4 കൂടിയ സ്ഥലം വരെ വരുമ്പോഴേക്ക് സർവ്വ സ്ഥലങ്ങളും മലീമസപ്പെടുത്തി. ഇനി അതൊന്ന് കഴുകി ശുദ്ധിയാക്കാൻ എന്താ വഴി? നമ്മുടെ IRSന്റെ പ്രവർത്തകര് അതാ 7 ബക്കറ്റ് വെള്ളം, അതിലൊരു മണ്ണ് കലക്കിയ വെള്ളം, ഇതുമായിട്ട് നടന്നിട്ട് അത് ശുദ്ധിയാക്കണമെങ്കിൽ പണിയെത്രയുണ്ട്. ഇതുപോലെ ഒരു സ്ഥലം നജസാക്കാൻ എളുപ്പമാണ്, അതൊന്ന് നന്നാക്കിയെടുക്കാനോ വല്ലാത്ത പ്രയാസമാണ്. ഇതുപോലെ ചില വെള്ളം തെളികൾ, ഇതുപോലെ ചില സ്പ്രേ ചെയ്യലുകൾ ചാമക്കാലയിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും കൂട്ടുകാർ എന്റെ ശബ്ദം കേൾക്കുന്ന എന്താണ് മുജാഹിദ് എന്നറിയാതെ, എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നറിയാതെ പെട്ടുപോയ എന്റെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ സാധുക്കളാണ്, നിങ്ങൾ മൗലവിമാരെ കെണിവലയിൽ പെട്ടുപോയവരാണ്. സംശയമുള്ള മുജാഹിദ് സുഹൃത്തുക്കളുണ്ടോ? 980 ജൂലൈ മാസത്തൽമനാറിൽ മുജാഹിദ് അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് സംശയമുണ്ടെങ്കിൽ വിനയത്തോടെ, വളരെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു. കാരണം ആ കുട്ടികളെ സ്നേഹിക്കാൻ കാരണം അവര് പാവങ്ങളാണ്, അവർ ഒറിജിനൽ മുജാഹിദുകളായിരിക്കില്ല. അവർ സ്വർഗം കിട്ടുന്നു കരുതിയിട്ട് നരകത്തിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തിയ സാധുക്കളാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കുറ്റം പറയേണ്ടതില്ല. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനത്തെ കൂട്ടുകാർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞാൻ വിളിക്കുന്നു. ഇവിടെ സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തരും. ഇതിലെ ഇങ്ങോട്ടൊന്ന് കടന്നു വരിക, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് കേറുക, യാതൊരു പ്രശ്നവുമില്ല. ഈ മൈക്ക് ഞാൻ നിങ്ങളെ കയ്യിലങ്ങ് തരും. എന്നിട്ട് നിങ്ങളൊന്ന് പറയണം, അങ്ങനെ ഞങ്ങൾ എഴുതിയതായി, ഞങ്ങളെ നേതൃത്വം എഴുതിയതായി ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, അതിപ്പോ തെളിയിച്ചു തരാൻ ഞാൻ ഒരുക്കമാണ് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നിലക്കുള്ള വിദണ്ഡവാദങ്ങളാ ഉന്നയിച്ചിരിക്കുന്നത്. സംശയമുള്ള ഏതെങ്കിലും ഈ സദസ്സിൽ ഇപ്പൊ ഏതായാലും മുജാഹിദീങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാ. കാരണം എന്താ, ബുറുദട മജ്‌ലിസല്ലേ ഇത്. പിന്നെ ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ വസ്വാസായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഇരുന്നാല് ആ സദസ്സിന്റെ ബർക്കത്തോണ്ട് ആ ശൈത്താൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയും ചെയ്യും. സംശയമില്ല അതിൽ. ഏതെങ്കിലും ഒക്കെ ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒരു പ്രകോപനമില്ല, വളരെ സാധുക്കളാണ്. ഈ ഇരിക്കുന്ന എന്താ ബേജാറുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ പുകയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബൊന്നല്ലത്, അത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് പുകയിപ്പിക്കുകയാണ്. നല്ല പാവപ്പെട്ട ഉസ്താദ്മാർ, ഞങ്ങളൊക്കെ ഹൈഫീങ്ങളാ, സാധുക്കളാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങോട്ടുണ്ട് വരിക, അതാണ്ട് ചോദിച്ചപ്പ ഞാനിട്ട് കാണിച്ചു. എങ്ങനെ വലിയരപ്പ കാണിച്ചത്? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ കണ്ട് കാണാം. കാരണം ഇത് പോകുന്ന സമയത്ത് ഓരോ കാര്യത്തിന്റെ ആളുകളും അവരാരെ സാധനങ്ങൾ കയ്യിൽ പിടിക്കണല്ലോ. ആ നിലക്ക് ചെറിയ രൂപത്തിലുള്ള കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ മജ്‌ലിസിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ, സാധനം അവിടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പോരുമ്പോ തന്നെ ഒരു സുഹൃത്തുക്കളോട് പറഞ്ഞു, ആവശ്യം വരികയാണെങ്കിൽ നമ്മളെ പെട്ടി തുറക്കാം, ഇല്ലെങ്കിൽ തൽക്കാലം അവിടെ ഇരുന്നോട്ടെ, ആവശ്യം വരുമ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതിയല്ലോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കുക, 980 ജൂലൈ മാസ തൽമനാറിൽ ഞാൻ ഈ പറഞ്ഞ വരികളുണ്ട്. എന്താ എഴുതിയത്? പ്രവാചകന്മാർ, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുക പതിവായിരുന്നു. അതിനെന്താ തെളിവ്? എന്താ തെളിവ്? മുഹമ്മദ് നബി ഒരു ദിവസം 100 അസ്തഗ്ഫിറുല്ലാഹ് പറയും. മുഹമ്മദ് നബി ഒരു ദിവസത്തിൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയും. അത് റസൂലുള്ളാഹിയുടെ ഹദീസാണ് ഉള്ളത് തന്നെ കേട്ടോ. ഉള്ളത് മുജാഹിദ് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണല്ലോ. ന്യായം ഏത് ഡാഷ് പറഞ്ഞാലും നമ്മൾ കേൾക്കണം, മുജാഹിദ് പറഞ്ഞാലും നമ്മൾ കേൾക്കും. അപ്പൊ ആ ഹദീസ് ഉള്ളതാണ്. 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയാറുണ്ട് റസൂലുള്ളാഹ്, 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയാറുണ്ട് റസൂലുള്ളാഹ്. അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെറ്റിയതുന്നാ? സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഇജ്തിഹാദാണ്, വലിയ ഗവേഷണം നടത്തുകയാണ്. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഇശാസ്കാരം നടന്നു, നിസ്കാരം കഴിഞ്ഞു, ഇമാം വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു. ഉടനെ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതിന്റെ അർത്ഥം എന്താ? പടച്ചോനെ, ഞാൻ ഇശാസ്കരിച്ച വല്ലാത്ത തെറ്റായി പോയി, ഇങ്ങനെ ജീവിതത്തിൽ ഞാൻ നിസ്കരിക്കൂല, നിസ്കരിച്ച നിസ്കാരത്തിന് മാപ്പ് വരണോന്നാ? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ അതിന്റെ അർത്ഥം തെറ്റിയതുന്നാ?
ഇനി തീരെ നിസ്കരിക്കാത്ത മനുഷ്യനാണെങ്കിലും +1 +2 പോവാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ, ബാത്റൂമിലേക്ക് 1 2 പോവാത്ത ആളുണ്ടാവില്ലല്ലോ. ഈ പോകുന്ന സമയത്ത് ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ചത് എന്താ? ഇടത്തെ കാല് മുന്നോട്ട് വെക്കണം.